ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ലംഘനങ്ങൾ തുടർച്ചയായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബന്ദി കൈമാറ്റങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് നിമിഷവും ഈ കരാർ ടെർമിനേറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസയെ നരകമാക്കി മാറ്റുമെന്നുള്ള തുടർ പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് വീണ്ടും ഗസയെയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയും കൊണ്ടുപോകാനാണ് ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും അതിന്റെ കൂടെ ഡൊണാൾഡ് ട്രംപും US ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇത് ആഗോളതലത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷം ഘട്ടം ഘട്ടമായി ഇസ്രായേലി ബന്ദികളെ ഇസ്രായേലിന് കൈമാറുന്ന പ്രക്രിയയാണ് ഹമാസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള തിരിച്ചടി എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അമേരിക്കയുടെ വലിയ രീതിയിലുള്ള പിന്തുണ ഇസ്രായേലിന് ലഭിക്കാതെ പോകുമോ എന്നുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുമെന്നുള്ള സംശയവും ഉയരുന്നു. ഇതിനിടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഗസയെ ഞങ്ങൾ ഒരു ബീച്ചാക്കി മാറ്റാൻ പോകുന്നു, അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു. അവിടെയുള്ള ജനങ്ങളെ വിവിധ രാജ്യങ്ങളായ ഈജിപ്തും അതുപോലെ തന്നെ ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ സ്വീകരിക്കണമെന്നുള്ള നിലപാടാണ്. എന്നാൽ അവിടുത്തെ ജനത പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭൂമി വിട്ടുപോകാൻ തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് ഇത് സ്വർഗമായിരുന്നില്ലെന്നും ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ ഒരു നിലക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും ഇത്രയും കാലം നടത്തിയ വംശഹത്യകൾ തുടരാനാണ് ഭാവമെങ്കിൽ തങ്ങൾ ചെറുക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ആ ജനതയുടെ നിശ്ചയദാർഢ്യമാണ് ഈ ഒരു സംഭവത്തിൽ കാണാനിടയായത്. എന്നാൽ ഇതിനിടയിൽ വിവിധ കക്ഷികളായ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ യമനിലെ അൻസാറുള്ള പ്രത്യേകിച്ചും ഇറാനിയൻ പരമോന്നത നേതാവായ അലി ഖൊമേനിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും ഇതിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ യമനിലെ അൻസാറുള്ള പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അറേബ്യൻ രാജ്യങ്ങൾ ഗസയ്ക്ക് വേണ്ടി നിലകൊള്ളണമെന്നും ഈ ഒരു പോരാട്ടത്തിൽ ഗസയെ പിന്തുണക്കണമെന്നുള്ള നിലപാടാണ് യമനിലെ അൻസാറുള്ള പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഗസയെ വീണ്ടും ആക്രമിച്ചു വംശഹത്യ നടത്തി ഫലസ്തീനികളെ കൊന്നൊടുക്കാനാണ് ഇസ്രായേലിന്റെ ഭാവമെങ്കിൽ ഞങ്ങളുടെ കാഞ്ചി ഇപ്പോഴും ഞങ്ങൾ വലിച്ചു വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അത് ഞങ്ങൾ ആക്രമിക്കാനുള്ള ത്വരത ഞങ്ങളുടെ കയ്യിലുണ്ടെന്നും ഞങ്ങൾ ആക്രമണം തുടങ്ങുമെന്നുമുള്ള അൻസാറുള്ളയുടെ പ്രഖ്യാപനമാണ്. അതായത് ചെങ്കടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള US കപ്പലുകളെ അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകളെ ഇപ്പോൾ സ്വതന്ത്രമായി വിട്ടിരിക്കുകയാണ്. ആ ഒരു പ്രക്രിയ ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നും ഇസ്രായേലിനെ നേരിട്ട് തന്നെ ആക്രമിക്കുമെന്നുമുള്ള ഒരു പ്രസ്താവനയാണ് യമനിലെ അൻസാറുള്ള പറഞ്ഞിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ മതപരമായ ധാർമ്മിക ബാധ്യതയാണ് എന്നും അൻസാറുള്ള വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ പശ്ചിമേഷ്യ വിവിധ ഘട്ടങ്ങളിലായി വിവിധ പ്രശ്നങ്ങളിലായി ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും ഈ കരാറുകൾ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കാണ് മുതിരുന്നുള്ളത്. നേരത്തെ തന്നെ ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യം എന്നുള്ളത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം കരാറുകളുടെ ലംഘനങ്ങൾ ഇസ്രായേൽ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ചും ഈ റഫ അതിർത്തിയിൽ കൂടി ഗസയിലേക്ക് വരുന്ന അത്യാവശ്യ സാധനങ്ങളെ, മരുന്നുകളെ അടക്കം അല്ലെങ്കിൽ അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളെ അടക്കം ഇസ്രായേൽ കടത്തിവിടുന്നില്ലെന്നും അവർ തടയുന്നുവെന്നുമുള്ള ഒരു പ്രശ്നമാണ് ഉദിച്ചുവരുന്നത്. അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെയും മറ്റു ലോകത്തിലുള്ള വിവിധ NGOകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായത്തെ, വിവിധ രാജ്യങ്ങളുടെ സഹായത്തെ ഇസ്രായേൽ മുടക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ കരാർ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമല്ലെന്നും ഇസ്രായേൽ തുടർച്ചയായി ഇത് ലംഘിക്കുന്നത് കൊണ്ട് തന്നെ അടുത്ത ഘട്ട ബന്ദി കൈമാറ്റ പ്രക്രിയ തുടരാൻ കഴിയില്ല എന്നുമാണ് ഹമാസ് വ്യക്തമാക്കുന്നുള്ളത്. ഹമാസിന്റെ കയ്യിൽ ഇപ്പോഴും നിരവധി ഇസ്രായേലി ബന്ദികൾ ഹമാസിന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ബന്ദി കൈമാറ്റം തുടരുന്നതിനിടയിൽ ഇസ്രായേൽ ഇപ്പോഴും ഇത്തരം ഒരു കാര്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഈ വെടിനിർത്തൽ വിരുദ്ധമായ കരാറുകൾക്ക് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേലിൽ
വ്യാപകമായ പ്രതിഷേധമാണ്. വമ്പൻ പ്രതിഷേധങ്ങളാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ ഓഫീസിനും നേരെ ഉയരുന്നുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നു. ജനക്കൂട്ടം കൂട്ടം കൂട്ടമായി എത്തി അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് വലിയ ജനക്കൂട്ടം അവിടെ പ്രതിഷേധിക്കുന്നു. തെരുവിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലിൽ ഉയരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്നാൽ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, അമേരിക്കയുടെ സഖ്യകക്ഷികളായ അല്ലെങ്കിൽ അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളായ അലയായി പ്രവർത്തിക്കുന്ന ഈ ഈജിപ്തും അല്ലെങ്കിൽ ഈ ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇനിയും ഫലസ്തീനികളെ തങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഗസയിലുള്ള നിലവിലുള്ള ജനങ്ങളെ ഒരു തരത്തിലും തങ്ങളുടെ രാജ്യത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യമല്ലെന്നുള്ള ഒരു നിലപാടാണ് ജോർദാനും ഈജിപ്തും സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഫലസ്തീൻ അഭയാർത്ഥികളെ തന്നെ അവിടെ കൃത്യമായിട്ട് തങ്ങൾക്ക് നോക്കാനുള്ള സാഹചര്യമില്ലെന്നും അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ നിലവിൽ തങ്ങളുടെ രാജ്യങ്ങളിൽ ഇല്ല എന്നുമുള്ള ഒരു സാഹചര്യത്തിൽ തുടർന്നും വീണ്ടും വരുന്ന ഫലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ നിലപാടാണ് ഈജിപ്തും ജോർദാനും അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗസയിലെ ജനങ്ങൾ അവിടെ തന്നെ പുനരധിവാസം സാധ്യമാകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് അവരുടെ നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു നിലപാട് വന്നിരിക്കുന്നത് സൗദിയുടെ ഭാഗത്തു നിന്നാണ്. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കാറുള്ള സൗദി അറേബ്യ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ്. അഥവാ ഇസ്രായേൽ എന്നുള്ളത് അല്ലെങ്കിൽ ഫലസ്തീൻ എന്നുള്ളത് തങ്ങളുടെ ഒന്നാമത്തെ വിഷയമാണെന്നും ഫലസ്തീൻ സ്വതന്ത്ര രാജ്യം ഉണ്ടായാൽ മാത്രമേ ഏതെങ്കിലും രീതിയിലുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നമായി ഫലസ്തീൻ വിഷയം നിലകൊള്ളുമെന്നുമുള്ള ഒരു നിലപാടാണ് സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് തീർത്തും അപ്രതീക്ഷിതമാണ്. അങ്ങനെ വിവിധ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ വ്യക്തമായ കാര്യം. എന്നാൽ ഈ കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം 1.5 വർഷത്തെ വലിയ രീതിയിലുള്ള ഇസ്രായേൽ അധിനിവേശം ഗസയിൽ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു രാജ്യം എന്നുള്ള നിലക്ക് കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഇസ്മയിൽ ഹനിയയുടെ അടക്കം വധത്തിന് കാരണമായി ഇറാനിൽ നിന്നുള്ള ചില ഇടപെടലുകൾ, ഇറാനിൽ നിന്നും ചില നീക്കങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഹൂത്തികളുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇറാൻ പരമോന്നത നേതാവായ അലി ഖമേനിയെ സന്ദർശിച്ച് നടത്തിയ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഇനി എത്തരത്തിലുള്ള സ്ട്രാറ്റജികളാണ് ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്. ഇറാന്റെയും ഹൂത്തികളുടെയും സമ്പൂർണമായ പിന്തുണ ഹമാസിനും ഗസയ്ക്കും നിലവിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും ഹൂത്തികളുടെ നിലപാട് എന്നുള്ളത്, ഹൂത്തികൾ ഒരു തരത്തിലും ചെങ്കടലില് ഉപരോധിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നാണ്. തങ്ങളുടെ തോക്കിൽ കാഞ്ചി വലിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തങ്ങൾ സന്നാഹത്തോടു കൂടി നിൽക്കുന്നു എന്നുള്ള ഒരു നിലപാടാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ പശ്ചിമേഷ്യയിലെ വിവിധ കക്ഷികൾ ഇത്തരം നിലപാടുകൾ കൃത്യമായിട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്നുള്ളത് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഉണ്ടായ ഇസ്രായേൽ അധിനിവേശത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷി ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയും ലെബനനിലെ ഹിസ്ബുള്ള ഇപ്പോൾ ചില കാര്യങ്ങളിൽ പ്രതികരണവുമായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുമുള്ള ഇടപെടലുകൾ കൂടി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങളുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇസ്രായേലിന് എത്രത്തോളം സാധ്യമാകും എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. നേരത്തെ തന്നെ 1.5 വർഷത്തെ അധിനിവേശത്തിന് ശേഷവും തങ്ങളുടെ ഒരു ബന്ദിയെ പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള നേരിട്ടിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് ഇവിടത്തെ പ്രധാനപ്പെട്ട കക്ഷികളായ യമനിലെ അൻസാറുള്ള, അതുപോലെ തന്നെ ലെബനിലെ ഹിസ്ബുള്ള തുടങ്ങിയ കക്ഷികൾ ഭാഗമായിട്ടുണ്ട്. വീണ്ടും ഇത്തരത്തിലുള്ള ബഹുമുഖമായ ഒരു സമാനമായ യുദ്ധത്തെ നേരിടാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഠിനമായ ശ്രമങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. വെറും ഗസയെ ബോംബാക്രമണം കൊണ്ട് നിശ്ചലമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നരകമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഹമാസിനെയോ ഗസയെയോ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും ഫലസ്തീൻ സ്വതന്ത്ര പോരാട്ടത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും കഴിഞ്ഞ 1.5 വർഷത്തെ ചരിത്രം അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരം ഒരു യുദ്ധസമാനമായ സാഹചര്യം വീണ്ടും കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴ് ഇത്തരം വിവിധ കക്ഷികൾ വിവിധ നിലപാടുകളുമായി സ്വീകരിച്ചു പോരുന്ന ഒരു സമയത്ത് ഗസയിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ട് അവിടുത്തെ ജനതയെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട്
ഒരു സ്ഥലമായി ഗസയെ മാറ്റാമെന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ മോഹമാണോ ഇസ്രായേൽ നടപ്പാക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്നുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇസ്രായേലിന് നേരെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ എത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. 1.5 വർഷത്തെ അതികഠിനമായ ആക്രമണത്തെ, എല്ലാ രീതിയിലുള്ള വംശഹത്യയെ, എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളെ നേരിട്ട ഒരു നിശ്ചയദാർഢ്യമുള്ള ജനതയാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത ഏതെങ്കിലും ആക്രമണങ്ങളെ അവർക്കൊരു പ്രശ്നമാവുകയില്ല. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാമെന്നുള്ള ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കൽ കൂടി ഇല്ലാതാവാൻ തന്നെയാണ് സാധ്യതകളുള്ളത്.